പുഷ്പ എന്ന് വെച്ചാൽ ഫ്ലവർ അല്ലടാ ഫയർ ആണെന്ന് പറഞ്ഞ പോലെ നമ്മളെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നത്. ഫഹദ് ഫാസിലും അതേപോലെ നമ്മൾ അല്ലു അർജുനും കൂടെ ടിപ്പിക്കൽ കോംബോ ആയിട്ട് വന്നിട്ടുള്ള ഒരു അടിപൊളി സിനിമയുടെ റിവ്യൂ ആണ് വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ സിനിമയുടെ പോട്ട് നെഗറ്റീവ് പോസിറ്റീവ് കാര്യങ്ങളും എല്ലാം ആയിട്ട് നമുക്ക് പറഞ്ഞു പോവാം. ആദ്യം തന്നെ പറയുന്നത് സിനിമ ഫസ്റ്റിനെ കാട്ടി സെക്കൻഡ് ഒരു ആവറേജ് പടമെന്നേ പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റിന് ഇത്രയും കൊടുത്ത ഹൈപ്പിൻ്റെ അത്ര എത്തിയിട്ടില്ല. ഫസ്റ്റിനെ കാട്ടിലും താഴ്ന്ന തട്ടിലേ നിൽക്കുള്ളൂടാ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അത്ര വലിയ പവറൊന്നും ആയിട്ടില്ല, ഫയറും ആയിട്ടില്ല. പിന്നെ സിനിമ ഇത്തിരി പറഞ്ഞു പോകാനെന്ന് വെച്ചാൽ പോട്ട് കാര്യങ്ങൾ ഇത്തിരി എന്ന് വെച്ചാൽ ഒരു ആവറേജ് മട്ടം. അതുപോലെ തന്നെ സിനിമയിൽ ഇത്തിരി പാസം സെൻറ്റിമെൻ്റൽ കാര്യങ്ങളാണ് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പൾട്ട് ചെയ്തിട്ട് നിറയെ കുത്തി നിറച്ചിട്ടുണ്ട്. അതേപോലെ എനിക്ക് ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ എന്ന് പറയാൻ പറ്റും, അല്ലാതെ ഭയങ്കര ഫയർ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇൻ്റർവെല്ലിൻ്റെ ആ എൻഡിങ് കൊള്ളായിരുന്നു. പിന്നെ ക്ലൈമാക്സിൻ്റെ സെൻറ്റിമെൻറ്റ്സ് കൊള്ളായിരുന്നു, പക്ഷെ കുറച്ച് ഇച്ചിരി ഓവറായി പോയോ എന്നുള്ളത്. പിന്നെ സോങ്സ് കാര്യങ്ങളെല്ലാം എന്തായാലും ഫസ്റ്റിനെക്കാട്ടിൽ സെക്കൻഡ് അത്ര പോരാ എന്നുള്ളൊരു അഭിപ്രായം. ഒരു ആവറേജ് വൺ ടൈം വ്യൂ എന്നൊക്കെ നമുക്കിതിൽ പറയാൻ പറ്റുള്ളൂ. പിന്നെ കൂടാതെ തന്നെ നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കത്തേക്ക് എന്തുകൊണ്ടും ഫസ്റ്റാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അടുത്ത് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് ഉണ്ട്. പിന്നെ ഇത് സിനിമ അത്യാവശ്യം നല്ല ലെങ്ത് ആയിപ്പോയി, ഒരു 3.5 മണിക്കൂറോളം ഉണ്ട്. അത്രയ്ക്കുള്ള ഒരു ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, സ്റ്റോറിയും അത്ര ഓക്കെ, എല്ലാം കൊണ്ടും മൊത്തത്തിൽ ആവറേജാണ്. ഇനി ഇതിൻ്റെ തേർഡ് പാർട്ട് ഉണ്ട് വേണ്ടായിരുന്നെന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. പുഷ്പ എന്ന് പറഞ്ഞാൽ ഫ്ലവർ അല്ലടാ ഫയറാ. അപ്പോൾ എൻ്റെ ചാനലൊന്ന് ഫയർ ആക്കിക്കണേ.